നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കുമാരമംഗലം വള്ളിയാണിക്കാടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആമല്ലൂർ കാവനാട്ടുമന പരമേശ്വരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര മേൽശാന്തി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റി സോക്കർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡിൽ കുട്ടികൾക്കൊപ്പം നടത്തി. ആഘോഷ പരിപാടികൾ ക്ലബ്ബ് പ്രസിഡന്റ് VE താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയന് സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് CP മാത്യു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വയനാടിന്റെ ദുരിതപ്പേത്ത് പാടി ഒരു കുടുംബം. പിതാവ് എഴുതിയ വരികൾക്ക് പാടിയത് മക്കൾ. ചപ്പാത്ത്, പച്ചക്കാട്, മുളങ്കാനം ജയനും മക്കളായ ശിവനന്ദ, ദേവനന്ദ, ഗൗരീനന്ദ എന്നിവർ ചേർന്നാണ് പാട്ട് പാടിയത്. ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഭിന്നശേഷി സൗഹൃദ സംഗമവും ഓണാഘോഷവും കുറുമൺ സെന്റ് ജോൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ PT ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കുമാരമംഗലം വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആമല്ലൂർ കാവനാട്ടുമന പരമേശ്വരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര മേൽശാന്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാഗവത ചൂടാമണി ഡോക്ടർ പള്ളിക്കൽ സുനിലാണ് യജ്ഞാചാര്യൻ. കൊട്ടാരക്കര മംഗലശ്ശേരി മഠം ലാലു നമ്പൂതിരി യജ്ഞ ഹോതാവും പറവൂർ ബാലചന്ദ്രൻ, പള്ളിക്കൽ ഗോപിക്കുട്ടി എന്നിവർ യജ്ഞ പൗരാണികരുമാണ്. കുമാരമംഗലം വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം ആരംഭിച്ചു. യജ്ഞാചാര്യൻ ഭാഗവത ചൂടാമണി ഡോക്ടർ പള്ളിക്കൽ സുനിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഭാഗവത നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി വിശേഷാൽ ഹോമങ്ങൾ, പൂജകൾ, പ്രഭാഷണങ്ങൾ, സത്സംഗങ്ങൾ, പ്രസാദകൂട്ട് എന്നിവ ഉണ്ടായിരിക്കും. യജ്ഞത്തിന്റെ ഉദ്ഘാടനം വിവിധ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആമല്ലൂർ കാവനാട്ടുമന പരമേശ്വരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം മേൽശാന്തി നിർവഹിച്ചു. ദേവി ഭാഗവതത്തിൽ നമ്മൾ വായിക്കുന്ന 51 ശക്തി പീഠങ്ങളിലെ പ്രഗത്ഭന്മാരായ തന്ത്രിമാരും കോവിഡ് കഴിഞ്ഞ് ഇരുന്നിടത്ത് ഒരു തീരുമാനമുണ്ട്. ദേവി ക്ഷേത്രത്തിൽ ദേവി ഭാഗവതം, ശിവക്ഷേത്രത്തിൽ ശിവപുരാണം, വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുപുരാണം, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്ദപുരാണം, പിന്നെ ഏത് പുരാണവും ആകാം. ദുർഗാദേവിയെയും ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും 3 ദിവസം വീതം പ്രാർത്ഥിക്കുകയാണ്. ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചു തരുന്ന, നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം സാധിച്ചു തരുന്ന ദേവിയുടെ, മഹാലക്ഷ്മിയുടെ അനുഗ്രഹ അക്ഷരം. ഈ 3 അക്ഷരം പരമേശ്വരൻ ദേവിയോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് ദേവി ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നു. ദേവി ഭാഗവതം 9 ദിവസം കേട്ട് കഴിയുമ്പോൾ ദുർഗാദേവിയോടൊപ്പം ഗണേശന്റെ അമ്മ ദുർഗ എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. കൊട്ടാരക്കര മംഗലശ്ശേരി മഠം ലാലു നമ്പൂതിരി യജ്ഞഹോതാവും പറവൂർ ബാലചന്ദ്രൻ, പള്ളിക്കൽ ഗോപിക്കുട്ടൻ എന്നിവർ യജ്ഞ പൗരാണികരുമാണ്. 26 വരെയാണ് ഭാഗവത നവാഹ യജ്ഞം നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ രാവിലെ 5-ന് ഹരിനാമ കീർത്തനം, 5:30-ന് ഗണപതി ഹോമം, 7-ന് ഗ്രന്ഥപൂജ, ഗ്രന്ഥ നമസ്കാരം, സഹസ്രനാമജപം, 7:30-ന് ദേവി ഭാഗവത പാരായണം, ഉച്ചയ്ക്ക് 1-ന് പ്രസാദകൂട്ട്, വൈകിട്ട് 6:30-ന് ക്ഷേത്രത്തിൽ ദീപാരാധന, 7-ന് യജ്ഞശാലയിൽ ദീപാരാധന, 7:30-ന് പ്രഭാഷണം എന്നിവ ഉണ്ടായിരിക്കും.
കൂടാതെ 21 രാവിലെ 6 മഹാമൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് 5 കുമാരി പൂജ, 22 വൈകിട്ട് 5 സഹസ്രനാമജപം, 23 രാവിലെ 11 സ്വയംവര ഘോഷയാത്ര, 11:30 പാർവതി സ്വയംവരം, ഉച്ചയ്ക്ക് 1 സ്വയംവര സദ്യ, 24 വൈകിട്ട് 5 സർവൈശ്വരി പൂജ, 25 ഉച്ചയ്ക്ക് 12 ഉണ്ണിയൂട്ട്, 26 5:30 അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വൈകിട്ട് 5 അവഭൃത സ്നാന ഘോഷയാത്ര, വൈകിട്ട് 7:30 നേർച്ചക്കമ്പം എന്നിവ ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. മഹാലക്ഷ്മി നമോസ്തുതേ, നമസ്തേ ഗരുഡാരൂഢേ, കോലാസുരഭയങ്കരീ, സർവപാപഹരേ ദേവി. മഹാലക്ഷ്മി നമോസ്തുതേ, സർവജ്ഞേ സർവവരദേ, സർവദുഷ്ടഭയങ്കരീ. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. കോൺഗ്രസ് മരിയാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പഠന ക്യാമ്പും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ഇടുക്കി DCC ഹാളിൽ നടന്ന പരിപാടികൾ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യിൽ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഡീൻ കുര്യാക്കോസ് MP അനുമോദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ശാക്തീകരണത്തിന്റെ ഭാഗമായി പ്രവർത്തകർക്കായി സംഘടിപ്പിച്ചു വരുന്ന ഏകദിന പരിശീലനത്തിന്റെ ഭാഗമായാണ് മരിയാപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇടുക്കി DCC ഹാളിൽ നടന്ന പരിപാടികൾ ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ പിന്മുറക്കാരും കൂടുതൽ മാർക്ക് വാങ്ങി നല്ല വിജയം കരസ്ഥമാക്കി ഭാവിയിൽ നല്ല നല്ല മേഖലകളിലേക്ക് കടന്നു പോകാൻ ഒക്കെയുള്ള ഒരു മോട്ടിവേഷനാണ് ഇക്കാര്യത്തിൽ ഇവിടെ ICFന്റെ ഭാഗത്തു നിന്നും ഈ ചെറിയ ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ നാട് ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നിരീക്ഷിക്കുന്നു. വലിയൊരു അവസരമാണ്. കാരണം നിങ്ങൾ 10 വർഷക്കാലം പഠനം നടത്തി, അല്ലെങ്കിൽ 12ാം ക്ലാസ് പാസ്സാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ ആത്മാർപ്പണം, ത്യാഗസന്നദ്ധമായ പ്രവർത്തനം, മാതാപിതാക്കൾ ഉൾപ്പെടെ കൂടിച്ചേർന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ ഒരു പരിശ്രമം ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. മരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യിൽ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഡീൻ കുര്യാക്കോസ് MP അനുമോദിച്ചു. ആൻസൺ ജോമി മേച്ചേരി മണ്ഡലം, ആൻമരിയ ബാബു യോഗത്തിൽ KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ്, മറ്റു കോൺഗ്രസ് നേതാക്കളായ അനിൽ ആനിക്കനാട്ട്, ജോയി വർഗീസ്, വിജയൻ കല്ലിങ്കൽ, PD ജോസഫ്, MD തോമസ്, സണ്ണി മാത്യു, ടെസി തങ്കച്ചൻ, ശ്രീലാൽ, ആൻസി തോമസ്, ബെന്നി, തങ്കച്ചൻ അമ്പാട്ടുകുഴി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. യൂണിറ്റി സോക്കർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡിൽ കുട്ടികൾക്കൊപ്പം നടത്തി. ആഘോഷ പരിപാടികൾ ക്ലബ്ബ് പ്രസിഡന്റ് VE താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്, എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി എന്തെല്ലാം കൊടുത്തും നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടത് നമുക്ക് വലിയ തുകയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും. എന്നാൽ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത നഷ്ടപ്പെട്ടവരാണ് ഇന്ന് നമ്മുടെ ഇതിലുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒരു ഉദ്ഘാടന പ്രസംഗമൊന്നുമുള്ളത്, അങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തേണ്ടതായ സാഹചര്യമൊന്നും ഇവിടെയില്ല. എങ്കിലും നമുക്കെല്ലാവർക്കും ഇത്തരം വിഷമ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് കൂട്ടായി തണലായി നമുക്ക് ഒപ്പം നിൽക്കാം. സെക്രട്ടറി PA ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റി സോക്കർ ക്ലബിലെ മെമ്പർമാരുടെ കുട്ടികളും മദർ ആൻഡ് ചൈൽഡിലെ കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ജോഷി ജോസഫ്, രമേശ് ചന്ദ്രൻ, PA സലീംകുട്ടി, ജാഫർ ഖാൻ മുഹമ്മദ്, MH സജീവ്, KM ജോർജ് എന്നിവർ സംസാരിച്ചു. കോതമംഗലം BRCയിൽ ആരവം 2K24 ഓണാഘോഷം നടത്തി.
AEO സജീവ് KB ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. BPC സിമി P മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും കലാപ്രകടനങ്ങളും നടത്തി. കോതമംഗലം BRCയിൽ വിപുലമായ പരിപാടികളോടെ ആരവം 2024 ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഓണപ്പൂക്കളം, ഓണപ്പാട്ടുകൾ, തിരുവാതിര, മലയാളി മങ്ക, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, സ്പൂൺ റേസ്, ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ തുടങ്ങിയവയും നടത്തി. BPC സിമി P മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം AEO സജീവ് KB നിർവഹിച്ചു. വളരെ വൈറലായിട്ടുള്ള ഒരു മീറ്റിംഗിൽ പറയുന്നു, തൃപ്പൂണിത്തറക്കാരനാണെന്ന് പറയുന്നു. എങ്ങനെയായാലും നമുക്ക് ഐതിഹ്യങ്ങളിലേക്കാൾ അപ്പുറത്തേക്ക് ഓണം മുന്നോട്ട് വെക്കുന്ന കുറേ നന്മകളുണ്ട്. ആ നന്മകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പങ്കിടുക, എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളത് തന്നെയാണ്. അവിടെ നമ്മുടെ എന്തോ സാർ പറഞ്ഞതുപോലെ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും സമന്മാരായി കാണുന്ന ഒരു കേരളം നമുക്കുണ്ടായിരുന്നു എന്ന് തന്നെ ചിന്തിക്കാൻ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടം. അവിടെ ജാതികൾക്കോ മതങ്ങൾക്കോ അല്ലെങ്കിൽ പണ്ഡിതനോ പാമരനോ ഒന്നും വ്യത്യാസമില്ലാതെ, ഒരു തള്ളവും ചതിയുമില്ലാതെയുള്ള ആ ഒരു സങ്കല്പം അത് യാഥാർത്ഥ്യമായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. മുൻ BPC SM അലിയാർ, ശ്രീജിത്ത് തങ്കപ്പൻ, കലാകാരൻ കലാഭവൻ സെൽവൻ, പിണ്ടിമന UP സ്കൂൾ HM ലിജി പോൾ, ഹെഡ്മാസ്റ്റർ നിയാസ് M, ഷിബി പോൾ എന്നിവർ സംസാരിച്ചു. ട്രെയിനർ എൽദോ പോൾസർ സ്വാഗതവും ഷിൽസ് എബ്രഹാം നന്ദിയും പറഞ്ഞു. യുവജനങ്ങളുടെ വിദേശ അക്രമണത്തിന് തിരിച്ചറിയിൽ തകർന്നുകയാണ് പക്ഷിച്ചു. ഉപയോഗത്തിന്റെ ഉയർന്നു വന്നിറങ്ങ ആശഭാരതത്തിന്റെ വിദ്യാലയം വിദ്യാഭ്യാസമാക്കാനുള്ള ആത്മസമർപ്പണത്തിൽ ഗുരുകുല വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ അളവുകൾ പോലുമില്ലാതെ വിദ്യകൾ തുറന്നു കൊടുത്ത വിക്രമാദിത്യ മഹാരാജാവിന്റെ താന്ത്രികത്തിനും ചാണക്യം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയന് സ്വീകരണം നൽകി. ഇടുക്കി DCC ഹാളിൽ നടന്ന പരിപാടികൾ DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയനെ സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമായി നിയോഗിച്ചിരുന്നു. നിയുക്ത അംഗം KC വിജയന് സ്വീകരണവും കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും ഇടുക്കി DCC ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ അധ്യക്ഷത വഹിച്ച യോഗം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. എന്നാൽ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കർഷക ജനതയെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ പ്രതിപക്ഷത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു ആത്മപരിശോധന ചെയ്യേണ്ട കാര്യമാണ്. യോഗത്തിൽ MP ഡീൻ കുര്യാക്കോസ്, മറ്റു ഭാരവാഹികളായ ജോയി വർഗീസ്, ആലീസ് ജോസ്, സ്കൂട്ടർ ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് വിശ്വകർമ്മ ദിനാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് മഹാശോഭയാത്ര, സാംസ്കാരിക സമ്മേളനം എന്നിവ ഉണ്ടായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വിവിധ അവാർഡുകളും വിതരണം ചെയ്തു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വിശ്വകർമ്മ ഭവനിൽ നിന്നും മഹാശോഭയാത്ര നടത്തി. തുടർന്ന് VSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VV ദിനേശന്റെ അധ്യക്ഷതയിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. VSS സംസ്ഥാന കൗൺസിൽ അംഗം TN മോഹനൻ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. VSS എറണാകുളം ജില്ലാ പ്രസിഡന്റ് KK ദിനേശ് സംഘടനാ സന്ദേശം നൽകി. കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകൾ വിശ്വകർമ്മ സമുദായത്തോട് കാണിക്കുന്ന ഈ അനീതി എന്ന് മാറ്റപ്പെടും എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. നാം എല്ലാവരും ചിന്തിക്കണം.
കേരളത്തിൽ നമ്മൾ VSS എന്ന സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പിറന്ന സമുദായത്തിന് ഇവിടെ എന്ത് അംഗീകാരമാണ് രാഷ്ട്രീയ ജനാധിപത്യ സർക്കാരുകൾ ഇവിടെ തന്നിരിക്കുന്നത് എന്നുള്ള ഒരു ആത്മചിന്താഗതി നാം ആദ്യം ഉടലെടുക്കണം. ഇത്രയധികം സംഭാവനകൾ ചെയ്ത ഒരു ജനവിഭാഗത്തിന്റെ തീക്ഷ്ണമായ രോദനങ്ങളെ എല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് നാം എല്ലാവരും സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനം എന്ന പുണ്യദിനത്തിൽ ഇന്ന് അണിചേരുമ്പോൾ ഒട്ടനവധി പ്രതീക്ഷകളാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത്. സമുദായ ഉന്നമനവും സമുദായം നേരിടുന്ന അനീതിക്കുമെതിരെ നമുക്ക് ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. VSS എന്ന പ്രസ്ഥാനത്തിൽ നാം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കേരളത്തിൽ 56 വർഷം പിന്നിട്ടുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ്. ഇനിയും നമുക്ക് കിട്ടേണ്ട പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള വ്യക്തമായ സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ് വിശ്വകർമ്മ ശ്രേഷ്ഠ പുരസ്കാരം നൽകി. VSS ബോർഡ് മെമ്പർ CA രവി ഇയർലി എക്സലന്റ് അവാർഡ് വിതരണം ചെയ്തു. താലൂക്ക് യൂണിയൻ ട്രഷറർ KK രവീന്ദ്രൻ ശോഭയാത്ര ട്രോഫി വിതരണം നിർവഹിച്ചു. VSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അജയ് കുമാർ SR, ജോയിന്റ് സെക്രട്ടറി ബിജുമോൻ M, കമ്മിറ്റി അംഗങ്ങളായ ON രമേശ്, സുരേഷ് മാധവൻ എന്നിവർ സന്നിഹിതരായിരുന്നു. VSS മഹിളാ സംഘം താലൂക്ക് പ്രസിഡന്റ് അമ്പിളി സുഭാഷ്, സെക്രട്ടറി ഷീബ ദിനേശ്, ട്രഷറർ ജോഫി സന്തോഷ്, VSS യുവജന ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് അഭിജിത്ത് സുരേഷ്, സെക്രട്ടറി ആനന്ദ് അനിൽകുമാർ എന്നിവർ ആശംസ നേർന്നു. സംഘടനാ താലൂക്ക് യൂണിയൻ സെക്രട്ടറി PK സനോജ് സ്വാഗതവും മൂവാറ്റുപുഴ യൂത്ത് കോർഡിനേറ്റർ മനു ബ്ലായിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. വയനാടിന്റെ ദുരിതപ്പെയ്ത്ത് പാടി ഒരു കുടുംബം. പിതാവ് എഴുതിയ വരികൾക്ക് പാടിയത് മക്കൾ. ചപ്പാത്ത് പച്ചക്കാട് മുളങ്കാനം ജയനും മക്കളായ ശിവനന്ദ, ദേവനന്ദ, ഗൗരിനന്ദ എന്നിവരും ചേർന്നാണ് ഗാനം ആലപിച്ചത്. പാട്ടിപ്പോൾ വൈറലായിരിക്കുകയാണ്. പൂക്കുളം കാളിയമ്മൻ ക്ഷേത്രത്തെ പറ്റിയുള്ള പാട്ടെഴുതി പാടിയാണ് തുടക്കം. എന്നാൽ 1000-ലധികം പാട്ടെഴുതിയെങ്കിലും സാമ്പത്തിക ബാധ്യത തിരിച്ചടിയായി. ജയൻ പഠനകാലത്ത് എഴുതി തുടങ്ങിയതാണ്. നിർധന കുടുംബത്തിൽ ഒരു കുഗ്രാമത്തിൽ താമസിച്ചതിനാൽ ഇതൊന്നും വെളിച്ചം കണ്ടില്ല. പിന്നീട് കാലം കടന്നു പോയപ്പോൾ കുടുംബഭാരം ചുമലിലേറ്റി. ഇതോടെ പെയിന്റിംഗ് തൊഴിൽ തെരഞ്ഞെടുത്തു. എന്നാൽ എഴുത്ത് തുടർന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പാട്ടും എഴുതി മക്കളെ കൊണ്ട് പാടിച്ചു. ഇത് വൈറലാവുകയും ചെയ്തു. മറക്കുവാനാവാത്ത പ്രളയകാലം, ചിങ്ങം പിറന്നപ്പോൾ വന്നൊരോണം, മൂടപ്പിറപ്പുകൾ കൂട്ടിനില്ലാരും. 1000-ഓളം പാട്ടുകൾ എഴുതിയെങ്കിലും സാമ്പത്തിക ബാധ്യത കാരണം ട്യൂൺ ചെയ്ത് പുറംലോകത്തെത്തിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരു 4 പാട്ടോളം ചെയ്തിട്ടുണ്ട്. ബാക്കി ഒത്തിരി പാട്ട് എഴുതിയതൊക്കെ ഇരിപ്പുണ്ട്. ചെയ്യാനുള്ള നമുക്കുള്ള പാട്ടുകൾ, ഭക്തിഗാനങ്ങളെ, ഓണപ്പാട്ടുകൾ, അങ്ങനെയൊക്കെ പാട്ട്. സാമ്പത്തികം വേണമല്ലോ, അല്ലെങ്കിൽ സ്പോൺസർമാർ നമുക്കാരിലും കിട്ടണം. അങ്ങനെയൊക്കെ നമുക്കാണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യാൻ തുച്ഛമായ തുകയൊക്കെ മതി. അതുപോലെ ഉണ്ടാകുന്നില്ല, നമുക്ക് പ്രാരംഭങ്ങളൊക്കെ ഉള്ളത്. പാട്ടെഴുതാൻ പിതാവിന് കഴിവുണ്ട്, പാടാൻ മക്കൾക്കും കഴിയും. ട്യൂൺ ചെയ്ത് പാട്ട് പുറത്തിറക്കാൻ പണം തിരിച്ചടിയാണ്. ജയന്റെ മക്കളായ ഈ പെൺകുട്ടികളുടെയും കഴിവ് പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഇവരുടെ പാട്ടുകൾ പുറം ലോകത്തെത്തിക്കുവാൻ സുമനസ്സുകൾ സഹായിച്ചാൽ ഒരു കലാകുടുംബത്തെ ഉയർത്താൻ കഴിയും. അല്ലെങ്കിൽ ഒരു കലാകുടുംബത്തെ സമൂഹത്തിന് നഷ്ടപ്പെടും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഭിന്നശേഷി സൗഹൃദ സംഗമവും ഓണാഘോഷവും കുറുമൺ സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറും IUCDS MG യൂണിവേഴ്സിറ്റി ഡയറക്ടറും പ്രൊഫസറും ദയ ട്രഷററുമായ ഡോക്ടർ PT ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ദയ രക്ഷാധികാരിയും സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് കുറുമൺ വികാരിയുമായ റവറൻ ഫാദർ അഗസ്റ്റിൻ പീടികമലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിഷ ജോസ് കെ മാണി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി വീൽചെയർ വിതരണം നിർവഹിച്ചു. ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഭിന്നശേഷി സൗഹൃദ സംഗമവും ഓണാഘോഷവും കുറുമൺ സെന്റ് ജോൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. 150-ൽ പരം ഭിന്നശേഷിക്കാർ പങ്കെടുത്ത യോഗത്തിൽ ഓണക്കിറ്റ്, ഓണക്കോടി, വീൽചെയർ, മെഡിക്കൽ കിറ്റുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തു.
ദയാ ചെയർമാൻ PM ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറും IUCDS MG യൂണിവേഴ്സിറ്റി ഡയറക്ടറും പ്രൊഫസറും ദയാ ട്രഷററുമായ ഡോക്ടർ PT ബാബുരാജ് നിർവഹിച്ചു. അവർ ഹൃദയം കൊണ്ട് അറിയാൻ മാത്രം സാധിക്കുന്നവരാണ്. കാഴ്ചയും കേൾവി നഷ്ടപ്പെട്ട മഹതി പറഞ്ഞതാണ്. ഹൃദയത്തിനുള്ളിലാണ് ഈ സ്നേഹവും. ദയാ രക്ഷാധികാരിയും സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് കുറുമൺ വികാരിയുമായ റവറൻ ഫാദർ അഗസ്റ്റിൻ പീടികമലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദയാമെന്ററും സോഷ്യൽ വർക്കറും മോട്ടിവേഷണൽ സ്പീക്കറും ഓതറുമായ നിഷ ജോസ് കെ മാണി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി വീൽചെയർ വിതരണം നിർവഹിച്ചു. അല്ലെങ്കിൽ ഒന്ന് പറയുക, ആ ചേച്ചി ഭയങ്കര ചിരിയാണ് കേട്ടപ്പോൾ ഐ ലവ് യു എന്നൊക്കെ പറയാം അല്ലേ ചേച്ചി, ഒരു കുഴപ്പമില്ല, ഇടയ്ക്ക് അതൊക്കെ പറയാം. അവർക്ക് വേണ്ടത് അതുപോലെയുള്ള ചില വാക്കുകൾ. ആ പച്ച ഷർട്ടിലിരിക്കുന്ന ചേട്ടൻ ഇപ്പൊ റെഡി ഐ ലവ് യു പറയാനായിട്ട്. അപ്പൊ നമുക്ക് വേണ്ടത് കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ, കൊച്ചു കൊച്ചു ഇങ്ങനെ ചുമത തൊട്ടിട്ട്. കോട്ടയം പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ ലാൽ ആർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ദയാ സെക്രട്ടറി തോമസ് ടി എഫ്രേം, കടനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VG സോമൻ, ബ്ലോക്ക് മെമ്പർ ലാലി സണ്ണി, കടനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു ജേക്കബ്, ദയാ ജനറൽ കൗൺസിൽ മെമ്പർമാരായ ജോസഫ് പീറ്റർ, ലിൻസ് ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ദയാ ജോയിന്റ് സെക്രട്ടറിയും റിട്ടയർഡ് RTOയുമായ സുനിൽ ബാബു സ്വാഗതവും ദയാ എക്സിക്യൂട്ടീവ് മെമ്പർ സിന്ധു P നാരായണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. മാർത്തോമ ചെറിയപള്ളി മതസൗഹാർദ്ദത്തിന്റെ പുണ്യഭൂമിയാണെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ. 339 കോതമംഗലം തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള ദീപശിഖ പ്രയാണം പള്ളിവാസൽ അള്ളാക്കോവിലിൽ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇരുവരും ചേർന്ന് ദീപശിഖ പ്രയാണം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കോതമംഗലം പള്ളിയിൽ എത്തിച്ചേർന്ന ദീപശിഖ പ്രയാണയാത്രയെ കോതമംഗലം MLA ആന്റണി ജോൺ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. 339 കോതമംഗലം തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള ദീപശിഖ പ്രയാണം ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്തനാസിയോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ ദേവികുളം MLA A രാജയും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും ചേർന്ന് പള്ളിവാസൽ അള്ളാക്കോവിലിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹൈറേഞ്ച് മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. കോതമംഗലം പള്ളിയിൽ എത്തിച്ചേർന്ന ദീപശിഖ പ്രയാണയാത്രയെ കോതമംഗലം MLA ആന്റണി ജോൺ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. മഹാപരിശുദ്ധനായ എൽദോ മാർ ബെസേലിയോസ് ബാവയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കോതമംഗലം ചെറിയപള്ളി മതസൗഹാർദ്ദത്തിന്റെ പുണ്യഭൂമിയാണെന്ന് ദേവികുളം MLA A രാജ അഭിപ്രായപ്പെട്ടു. 339 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ബാവ വിശുദ്ധ ബലിയർപ്പിച്ചതിന്റെ പുണ്യം ഇപ്പോഴും ഹൈറേഞ്ച് പ്രദേശത്തുണ്ടെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. പരിശുദ്ധനായ എൽദോ മാർ ബെസേലിയോസ് ബാവയുടെ 339ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള തീർത്ഥയാത്ര വിളംബര റാലി ആരംഭിക്കുക. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള അതിയായ സന്തോഷം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. ബെസേലിയോസ് ബാവയുടെ അനുഗ്രഹമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും ആത്മവിശ്വാസം ലഭിക്കുന്നതും ആത്മധൈര്യം വിശ്വാസ സമൂഹത്തിന് ലഭിക്കുന്നു. നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ കോതമംഗലം പള്ളിയിൽ കബറിങ്കലുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതാനുഭവമാണ്. അന്ത്യോഖ്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത് എന്നുള്ളത് ഇനിയും തിരുത്താൻ ആർക്കും സാധ്യമല്ല. അവിടെ നിന്ന് അപ്പോസ്തലന്മാരുടെ ചുമതലകൾ ഓരോ സ്ലീഹന്മാരെയും ബോധ്യപ്പെടുത്തി അവരെ പല ദേശങ്ങളിലേക്ക് അയക്കുമ്പോൾ ഇന്ത്യയിലേക്ക് അയച്ചത് മാർത്തോമാ സ്ലീഹായാണ്. തുടർന്നുള്ള ഓരോ കാലയളവിലും പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനത്തിൽ നിന്ന് പിതാക്കന്മാരെ ഈ ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലയളവിലും ഓരോ രീതിയിലുള്ളതായ വിദേശ ശക്തികൾ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്നു. ആ വിദേശ ശക്തികളിൽ പലതും പല താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ കാലയളവിൽ സുറിയാനി സഭ പല കാലങ്ങളിലും ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കോതമംഗലം മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, സഹവികാരി ഫാദർ ബിജോ കാവാട്ടുപള്ളി, ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലിവേലിൽ, ഏലിയാസ് കീരംപ്ലായിൽ, സലീം ചെറിയാൻമാലിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു.
കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ ടോമി, മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ AG ജോർജ്, കൺവീനർ AK നൌഷാദ്, കൺവീനർ KA നൌഷാദ്, വൈദികർ, ട്രസ്റ്റിമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനാചരണം നടത്തി. തൊടുപുഴ ചിന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വിനു KK അധ്യക്ഷത വഹിച്ചു. സഭാ സംസ്ഥാന സെക്രട്ടറി KT ബാബു വിശ്വകർമ്മ ദിന സന്ദേശം നൽകി സംസാരിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി. തൊടുപുഴ ചിന്ന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ആ ചരിത്ര സ്മൃതികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അധികരിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് പുതിയ തലമുറയെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകേണ്ടത്. ഇന്ത്യ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യമാണ്. നമ്മുടെ ജനസംഖ്യയിൽ നിശ്ചിത ശതമാനത്തിനും അപ്പുറം യുവാക്കളാണ്. ലോകത്തിൽ ഒരു രാജ്യത്തിനും അത് അവകാശപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ ഏതു തരത്തിലും നമുക്ക് മുൻപോട്ട് പോകാനുള്ള സാധ്യതകൾ ലോകക്രമത്തിൽ സവിശേഷപരമായി നമ്മുടെ രാജ്യത്തിനുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് ലഭ്യമായ അനുകൂലമായ അന്തരീക്ഷത്തിൽ ഏതു നിലയിൽ മുൻപോട്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച. മെച്ചമായി തീരുവാൻ സദനം നമോ വിശ്വകർമാവേ വിശേഷര വിശ്വമൂർത്തേ സർവോപേശ വിഘ്നേശ സർവസൽഗുണദായക സർവവിഘ്നോപശാന്തിക്കായി സർവോപേക്ഷ വാണിമാതേ. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വിനു KK അധ്യക്ഷത വഹിച്ചു. സഭാ സംസ്ഥാന സെക്രട്ടറി KT ബാബു വിശ്വകർമ്മദിന സന്ദേശം നൽകി. ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് MS വിനയരാജ്, അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട്, കരയോഗം ഇൻസ്പെക്ടർ EK മുരളീധരൻ, സംസ്ഥാന ബോർഡ് മെമ്പർ ഗിരീഷ് PS, കേരള വിശ്വകർമ്മ യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഡെറിൻ ദിവാകരൻ, താലൂക്ക് ട്രഷറർ സുനിൽ PK, ജോയിന്റ് സെക്രട്ടറിമാരായ PK രാധാകൃഷ്ണൻ, അരുൺ പ്രസാദ്, മഹിളാ സംഘം താലൂക്ക് നേതാക്കളായ ഷീല ഗോപി, വത്സ ദിവാകരൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് രാജേഷ് AS, കേരള വിശ്വകർമ്മ ബാലസംഘം യൂണിയൻ സെക്രട്ടറി അശ്വിനി വിനു, കേരള വിശ്വകർമ്മ യുവജന സംഘം യൂണിയൻ പ്രസിഡന്റ് സുജിത് സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. BMS തൊടുപുഴയിൽ ദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് റാലി നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ പ്രസിഡന്റ് KC സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ് തയ്യിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM സിജു തൊഴിലാളി ദിന സന്ദേശം നൽകി. സെപ്റ്റംബർ 17 BMS ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി തൊടുപുഴയിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരുന്ന റാലി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചപ്പോൾ ആരംഭിച്ച പൊതുസമ്മേളനം ജില്ലാ പ്രസിഡന്റ് KC സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോ മറ്റ് MLA-മാരോ ഇതിനൊന്നും തയ്യാറാകാത്ത കാലമാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആളുകൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ട് RSS-നെ കുറ്റം പറയുന്ന കാലമാണ്. മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ് തയ്യിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM സിജു തൊഴിലാളി ദിന സന്ദേശം നൽകി. മേഖലാ സെക്രട്ടറി സുരേഷ് കണ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ AP സഞ്ജു, B അജിത് കുമാർ, ബിനിൽ, ഖജാൻജി, CM ശ്രീകുമാരൻ, ഓട്ടോറിക്ഷ യൂണിയൻ മേഖലാ പ്രസിഡന്റ് ഷാജു ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചിന്നക്കനാൽ വില്ലേജിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്സ് ലിമിറ്റഡിന്റെ കൈവശമുള്ള സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർദ്ദേശം. സംഭവത്തിൽ കൃത്രിമം കാട്ടിയെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖ ചമച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. VX ആൽബിൻ, VS ബാബുരാജ് എന്നിവർ നൽകിയ ഹർജി തള്ളി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ശോഭാനമ്മ ഈപ്പൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കയ്യേറ്റമൊഴിപ്പിക്കുവാൻ നിർദ്ദേശം നൽകിയത്. ഭൂമി HNL-ന് സർക്കാർ പാട്ടത്തിന് നൽകിയതാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. സ്ഥലത്തിന് അവകാശമുന്നയിക്കാൻ സ്വകാര്യ കക്ഷികൾ പട്ടയമുണ്ടാക്കിയെന്നും
ഭൂമാഫിയുമായി ഒത്തുകളിച്ച റവന്യൂ രജിസ്റ്ററിൽ മാറ്റം വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കമ്മീഷണർ ഉത്തരവിട്ടു. പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഉത്തരവ്. വനം വകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന 51 ഹെക്ടർ സ്ഥലമായിരുന്നു സർക്കാർ HNL-ന് അനുവദിച്ചത്. ആൽബിന് 2 ഏക്കർ 30 സെന്റ് സ്ഥലത്തിനും ബാബുരാജ് 3 ഏക്കർ 25 സ്ഥലത്തിനുമാണ് അവകാശവാദം ഉന്നയിച്ചത്. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിൽ തെറ്റില്ലെന്ന ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. കൃത്രിമം കാട്ടിയെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖ ചമച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. തങ്ങൾ അവകാശവാദമുന്നയിച്ച സ്ഥലത്തിന്റെ സർവേ നമ്പർ പോലും കൃത്യമാക്കാൻ ഹർജിക്കാർ ശ്രമിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമാരമംഗലം വള്ളിയാണിക്കാടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആമല്ലൂർ കാവനാട്ടുമന പരമേശ്വരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര മേൽശാന്തി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റി സോക്കർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡിൽ കുട്ടികൾക്കൊപ്പം നടത്തി. ആഘോഷ പരിപാടികൾ ക്ലബ്ബ് പ്രസിഡന്റ് VE താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയന് സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് CP മാത്യു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വയനാടിന്റെ ദുരിതപ്പെയ്ത്ത് പാടി ഒരു കുടുംബം. പിതാവ് എഴുതിയ വരികൾക്ക് പാടിയത് മക്കൾ. ചപ്പാത്ത്, പച്ചക്കാട്, മുളങ്കാനം ജയനും മക്കളായ ശിവനന്ദ, ദേവനന്ദ, ഗൗരീനന്ദ എന്നിവർ ചേർന്നാണ് പാട്ട് പാടിയത്. ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഭിന്നശേഷി സൗഹൃദ സംഗമവും ഓണാഘോഷവും കുറുമൺ സെന്റ് ജോൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ PT ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.